സിദ്ധമരുന്നുകൾ നിങ്ങളുടെ കരളിനെയും വൃക്കകളെയും തകരാറിലാക്കുമോ? ഒരേ ലോഹധാതുവിനെ ആധുനിക സിദ്ധവൈദ്യങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു? നമുക്ക് ശാസ്ത്രീയമായി പരിശോധിക്കാം. മെർക്കുറി, ആഴ്സനിക് മുതലായ ലോഹധാതുക്കൾ മാരക വിഷങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ മാരക വിഷങ്ങളെ ആധുനിക വൈദ്യശാസ്ത്രത്തിലും പുരാതന സിദ്ധ വൈദ്യശാസ്ത്രത്തിലും ജീവൻ രക്ഷാമരുന്നുകളായി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകും. വിഷം ഔഷധമാകുന്ന വിസ്മയകരമായ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ കല്യാൺ എസ് രാജ്, സിദ്ധ ഫിസിഷ്യൻ, സിദ്ധൌഷധി സിദ്ധവർമാണി ഫൗണ്ടേഷൻ. ആദ്യം നമുക്ക് മോഡേൺ മെഡിസിനിലെ നിർമ്മാണ രീതി നോക്കാം. ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് കെമിക്കൽ സിന്തസിസ് എന്ന് പറയാം. അതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ആഴ്സനിക് ട്രയോക്സൈഡ്. ഇതൊരു FDA അപ്രൂവ്ഡ് കെമിക്കൽ ഏജന്റാണ്. പ്രധാനമായും APL, അതായത് അക്യൂട്ട് പ്രോ-മൈലോസൈറ്റിക് ലുക്കീമിയ എന്ന ബ്ലഡ് ക്യാൻസർ ചികിത്സയ്ക്കാണ് ഇവ നിർമ്മിക്കുന്നത്. ലാബുകളിൽ വളരെ കൃത്യമായ മോളിക്കുലാർ പ്രിസിഷനിലൂടെയാണ് ഇവ നിർമ്മിക്കുന്നത്. രാസപരമായ ശുദ്ധീകരണത്തിലൂടെ, അതായത് കെമിക്കൽ റിഫൈനിങ് പ്രോസസ്സിലൂടെ ലോഹത്തിലെ അനാവശ്യ ഘടകങ്ങൾ, അതായത് ലോഹത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത് അതിലെ ഏറ്റവും ശുദ്ധമായ രൂപം വേർതിരിച്ചെടുക്കുന്നു. ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് സിദ്ധവൈദ്യത്തിലേക്ക് വരാം. സിദ്ധന്മാർ ഇതിനെ രസവാദം അഥവാ ആൽക്കമി എന്നാണ് വിളിച്ചിരുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രം തന്നെ ഉണ്ട്. നമുക്കതിനെ ഗ്രീൻ നാനോ ടെക്നോളജി എന്ന് വിളിക്കാം. സിദ്ധവൈദ്യത്തിൽ ഒരു ലോഹത്തെയോ ധാതുക്കളെയോ നേരിട്ട് മരുന്നാക്കില്ല. ഇതിന് ശുദ്ധി, അതായത് പ്യൂരിഫിക്കേഷൻ എന്നൊരു സുപ്രധാനമായ ഘട്ടം ഉണ്ട്. ശുദ്ധി അഥവാ ബയോകെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ. സിദ്ധചികിത്സയിൽ ലോഹധാതുക്കളെ ഭസ്മചെന്തൂരങ്ങളാക്കി മാറ്റുന്നതിന് മുമ്പുള്ള ശുദ്ധീകരണ പ്രക്രിയ നീണ്ട നാളത്തെ ഒരു പ്രോസസ്സാണ്. ഇതിന് നമ്മൾ ഇലച്ചാറുകളിലോ സുരസങ്ങളിലോ നീണ്ട കാലം കൽവങ്ങളിൽ ഈ ലോഹങ്ങളെയും ഇലച്ചാറുകളെയും കൂട്ടി അരയ്ക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ അരപ്പ് പ്രോസസ്സിലൂടെ തന്നെ ഇതിനകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ഇത് നാനോ കണിക ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. അതായത് ഈ അരപ്പ് പ്രോസസ്സിലൂടെ ലോഹം ഒരു ഓർഗാനോ മെറ്റാലിക് കോംപ്ലക്സായി കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത പ്രക്രിയ കാൽസിനേഷൻ അഥവാ ഭസ്മീകരണം. സിദ്ധയിൽ ഇതിനെ സ്ഫുടം ചെയ്യൽ എന്നെല്ലാം പറയാം. ഉയർന്ന താപനിലയിൽ പുടം ചെയ്യുമ്പോൾ ഈ ലോഹങ്ങൾ നാനോ കണികളായി മാറുന്നു. 100 നാനോമീറ്റർ താഴെ വലുപ്പമുള്ള ഈ കണികകൾക്ക് ശരീരത്തിലെ കോശങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയും. മോഡേൺ മെഡിസിൻ ഈ പദാർത്ഥങ്ങളെ രാസപരമായി ശുദ്ധീകരിക്കുമ്പോൾ, അതായത് ഐസൊലേറ്റഡ് കെമിക്കൽ ആക്ഷൻ എന്നുള്ള രീതിയിൽ ശുദ്ധീകരിക്കുമ്പോൾ, സിദ്ധവൈദ്യം അവയെ ജൈവപരമായി പരിവർത്തനം ചെയ്യുന്നു, അതായത് ബയോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിദ്ധയിലെ രസജന്തൂരത്തെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ രസജന്തൂരം എന്ന് പറയുമ്പോൾ അത് മെർക്കുറിയാണ്. പക്ഷേ ഈ രസം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. പക്ഷേ രസജന്തൂരം എന്ന ഫോമിലോട്ട് മാറുമ്പോൾ ഇത് മെർക്കുറിക് സൾഫൈഡ് ആയി മാറുന്നു. ഇത് സാധാരണ മെർക്കുറിയെ പോലെ ശരീരത്തിന് വിഷം ഉണ്ടാക്കില്ല. SEM, TEM, XRD മുതലായ ആധികാരിക ലാബ് പരിശോധനകൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. വിദഗ്ധരായിട്ടുള്ള സിദ്ധ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് മാത്രം മരുന്നുകൾ അവരുടെ നിർദ്ദേശപ്രകാരവും അവർ പറയുന്ന രീതിയിൽ മുറപ്രകാരം മാത്രം മരുന്നുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിഷത്തെ അമൃതാക്കി മാറ്റുന്ന ഒരു കലയാണ് സിദ്ധവൈദ്യം. അത് വെറും വിശ്വാസം മാത്രമല്ല, കൃത്യമായ പാത്തോഫിസിയോളജിയും ബയോകെമിസ്ട്രിയും അതിന് പിന്നിലുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഹയർ മെഡിസിൻസ് കൊടുക്കുമ്പോൾ രോഗിയുടെ ശരീരബലം നോക്കാറുണ്ട്, അവരുടെ പ്രായം, പിന്നെ ദോഷാവസ്ഥ, അതായത് വാതപിത്ത കഫങ്ങൾ എന്നുള്ള ആ രീതിയിലുള്ള ദോഷങ്ങൾ നോക്കി ആണ് മരുന്നുകൾ നിർണ്ണയിക്കുന്നത്. പിന്നെ നമ്മുടെ സിദ്ധവൈദ്യന്മാർ തലമുറകളായി അവരുടെ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗോൾഡൻ റൂളുണ്ട്. ആ റൂൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വേർപാറ്, തഴൈപാറ്, മിഞ്ചിനക്കാൽ, മെല്ലെ ഭസ്മചെന്തൂരം പാറ്. അതായത് നമ്മൾ സിദ്ധവൈദ്യന്മാർ മരുന്നുകൾ ഒരു രോഗിക്ക് നിർദ്ദേശിക്കുമ്പോൾ ആദ്യം മൂലികാ സുരസങ്ങളിൽ നിന്നും, അതായത് ഇലച്ചാറുകൾ, പിന്നെ അതിൻ്റെ കഷായങ്ങൾ, ചൂർണങ്ങൾ എന്ന രീതിയിൽ ചെടികളുടെ, ഇപ്പോൾ ആയുർവേദത്തിൽ കൊടുക്കുന്നത് പോലെ സസ്യജന്യമായ മരുന്നുകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ തോറ്റുപോകുന്നു എന്ന ഘട്ടങ്ങളിൽ മാത്രം ഭസ്മങ്ങൾ, ചെന്തൂരങ്ങൾ മുതലായ ഹയർ മെഡിസിൻസിലോട്ട് പോവുക. സിദ്ധവൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സിദ്ധയിലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണ രീതികളെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്തത്.
സിദ്ധചികിത്സയിൽ രസം ധാതുക്കളെയും അതായത് നമ്മൾ ഹെർബൽ മെഡിസിൻസിനൊപ്പം ധാതുജീവം എന്ന് പറയും, അതായത് ധാതുക്കളെയും ലോഹങ്ങളെയും ജീവപ്പൊരുക്കളെയും എല്ലാം മരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അതിന് എൻ്റെ അറിവിൽ ഉള്ള ഉത്തരങ്ങൾ നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ സംശയങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. ഞാൻ സമയം കിട്ടുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നതാണ്. നന്ദി.